പണ്ട് സ്കൂളിൽ വിട്ട് വന്ന് കഴിയുമ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കി തരുന്നൊരു പലഹാരമായിരുന്നു കേട്ടോ അട. അതിപ്പം ഓട്ടട ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ ആവിയിൽ വേവിച്ചിരിക്കുന്ന അങ്ങനെ അടയായിട്ടും ആണ് ഉണ്ടാക്കി തരുന്നത്. ആവിയിൽ വേവിക്കുന്നത് എനിക്ക് പിന്നെ ഇഷ്ടമാണ്, മറ്റേ ഇങ്ങനെ ചുട്ടെടുക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനം കേട്ടോ. പക്ഷേ സ്ഥിരം അത് തന്നെയായിരിക്കും. അത് ഞാൻ ഭയങ്കര വാശി പിടിക്കുമായിരുന്നു, ഈ സാധനമല്ല എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കി തരാനില്ല, എനിക്ക് വല്ല എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. പക്ഷേ എവിടുന്ന് ഈ സാധനമായിരുന്നു മെയിനായിട്ട് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇപ്പം അതിൻ്റെ വിലയൊക്കെ നല്ലപോലെ മനസ്സിലാക്കുന്നു. അങ്ങനെ വൈകിട്ടായപ്പോൾ അട കഴിക്കാനൊരു മോഹം, അങ്ങനെ വാഴയിലൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പറമ്പിൽ നിറച്ച് വാഴയായതുകൊണ്ട് ഇലയ്ക്കൊന്നും യാതൊരു ക്ഷാമവും ഇല്ല. പിന്നെ പണ്ടിങ്ങനെ തേങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ഓടി വരുമായിരുന്നു. ആ സാധനമൊക്കെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബാക്കി നമ്മൾ അടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഈ സാധനം നമ്മുടെ അടയുടെ സാധനമേ അല്ല, നമ്മുടെ കുരുമുളക്, കാപ്പിപ്പൊടി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന ഒരു വെള്ളമല്ല, ഒരു മരുന്നാണ്. ഇത് നമ്മുടെ തലവേദന, ജലദോഷം സാധനമൊക്കെ ഭയങ്കര സെറ്റാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് മെഡിസിനേക്കാളും കൂടുതൽ വർക്കാവുന്ന ഈ സാധനമാണ്. അങ്ങനെ പിന്നെ നമ്മൾ ബാക്കി അടയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിന് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ മൂപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അതൊക്കെ പകുതി എൻ്റെ വയറ്റിലേക്കാണ് പോയത്. അങ്ങനെ പിന്നെ ഓരോ അടകളായി ഇങ്ങനെ മടക്കി എടുത്ത് ആവിയിൽ വേവിക്കാൻ വേണ്ടി നമ്മൾ നിരത്തുന്നുണ്ട്. പിന്നെ ഒരു 3/4 മണിക്കൂർ എടുത്തെന്ന് തോന്നുന്നു സെറ്റാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മുടെ അട സെറ്റായിട്ടുണ്ട്. ഇത് നമ്മുടെ ഗോതമ്പടയാണ്, മറ്റേ അരി വെച്ചിട്ടും ഉണ്ടാക്കുന്നു. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ആ വാഴയിലൊക്കെ തുറന്നപ്പം ഉള്ളൊരു മണം ഒന്നും പറയട്ടെ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ അമ്മയുടെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നൊസ്റ്റു ഫീലൊക്കെ അടിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ, ടാറ്റാ.